ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അറപ്പുഴ പാലം, മാമ്പുഴ പാലം, ഇവിടത്തേക്ക് വർക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഒരാഴ്ച മുന്നേ ഇവിടത്തേക്ക് വീഡിയോ ചെയ്തതാണ്. പുതിയ മാറ്റങ്ങൾ നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക, കൂടെ ലൈക്ക് നൽകുക. അറപ്പുഴ പാലത്തിലെ രണ്ട് സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നു വരുന്നുണ്ട്. ഇവിടെ തെക്ക് ഭാഗത്തും മണ്ണിട്ട് നിരത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ മേലെ മാസ്റ്റിക് പാഡ് വിരിച്ചത് കഴിഞ്ഞ ആഴ്ച കാണിച്ചതാണ്. അന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മുഴുവനായും തീർന്നതിന് ശേഷമായിരിക്കും ഇവിടെ ടാറിങ് നടക്കുക. അപ്പോൾ അധികം താമസിയാതെ ആ വർക്കിലേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ മൂന്നാമത്തെ പുതിയ പാലത്തിൻ്റെ പൈലിങ്ങിൻ്റെയൊക്കെ വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുഴയിലും കരഭാഗത്തുമൊക്കെ പൈലിങ്ങിൻ്റെ വർക്കുകൾ ഇടവേളയില്ലാതെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ ഈ ഒരു പാലത്തിൻ്റെ മുഴുവൻ വർക്ക് തീർക്കാനാണ് പ്ലാൻ. അപ്പോൾ ഈ ഒരു പാലം മാത്രമല്ല, മാമ്പുഴ, പുറക്കാട്ടിരി, കോരപ്പുഴ എന്നിവിടങ്ങളിലൊക്കെ മൂന്നാമത്തെ പാലം 2025 വർഷം അവസാനത്തോടെ തീർക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ 4 പാലങ്ങളെ മാറ്റി നിർത്തി ബാക്കിയുള്ള ഭാഗത്തെ വർക്ക് പൂർത്തിയാക്കി മെയ് അവസാനത്തോടെ ബൈപ്പാസ് NHIക്ക് കൈമാറുമെന്നും കേൾക്കുന്നുണ്ട്. അതോടെ ടോൾ പിരിവും തുടങ്ങും. രണ്ട് വർഷത്തോളം സമയം എടുത്തിട്ടാണ് ഇപ്പോൾ പൂർത്തിയായ പാലത്തിൻ്റെ വർക്ക് ഏകദേശം തീർത്തത്. അപ്പോൾ അതിൻ്റെ പകുതി സമയം കൊണ്ടാണ് ഈ ഒരു മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് തീർക്കേണ്ടത്. കൊടൽനടക്കാവ് ഭാഗത്താണ്. ഇവിടെയാണ് ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നത്. ബ്രിഡ്ജ് ഏകദേശം വർക്കൊക്കെ തീർത്ത് ഓരോ പാർട്സായി പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ കിടക്കുന്നത് കുറച്ചായിട്ടോ. ഇതുപോലത്തെ 3 എണ്ണമാണ് ബൈപ്പാസിൽ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. മാമ്പുഴയിലേക്ക് വന്നാൽ മാമ്പുഴ പുതിയ പാലം തുറന്നു കൊടുത്ത കാഴ്ച കാണാം. നല്ല ഗതാഗത കുരുക്കുണ്ടാവുന്ന ഒരു ഭാഗമായിരുന്നു ഇവിടെ. എന്തായാലും ഡക്കാത്തിലോണ ആ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ടാറിംഗ് ഒക്കെ തീർന്നതോടെ പാലം തുറന്നു കൊടുത്തിരിക്കുകയാണ്. മൂന്നാമത്തെ പാലത്തിൻ്റെ തുടർ വർക്കിലേക്കും KMC ഇവിടെ കടന്നിട്ടുണ്ട്. പില്ലറുകളുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായ ഇവിടെ ഇനി ഗർഡർ ലോഞ്ചിങ് നടക്കേണ്ടതുണ്ട്. ഗർഡർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പുഴ മണ്ണിട്ട് മൂടുകയാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സമാവാതിരിക്കാൻ 4 വലിയ കോൺക്രീറ്റ് പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടിയാണ് മണ്ണിട്ട് വരുന്നത്.
അപ്പോൾ മണ്ണിടുന്ന വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മണ്ണിട്ട് മൂടും. എന്നാലേ ഗർഡറുകൾ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലോഞ്ചിങ്ങിന് ശേഷം പുഴയിലെ മണ്ണെടുത്ത് മാറ്റി വീണ്ടും പുഴ പഴയതുപോലെ ആക്കും. നേരത്തെ ആദ്യത്തെ പാലത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. മാമ്പുഴ പാലം കഴിഞ്ഞതിന് ശേഷം സൈഡ് വാൾ കെട്ടുന്ന വർക്കുകൾ നടന്നു വരികയാണ്. പൈലിങ്ങിൻ്റെ വർക്ക് മുഴുവനായും പൂർത്തിയായിട്ടുണ്ട്. കൂടാത്തുംപാറ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തൊക്കെ സൈഡ് വാൾ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ മാമ്പുഴ ഭാഗത്ത് വരുന്ന ടോൾ പ്ലാസയുടെ പില്ലറുകൾ ഇവിടെ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ കാണിച്ചതാണ്. ഇവിടെ ഇനി കോൺക്രീറ്റ് റോഡ് വരുമോ എന്നറിയില്ല. ചാൻസ് കുറവാണ്. കൂടാത്തുംപാറ അണ്ടർപാസ് ലാൻഡ്മാർക്ക് ആ ഭാഗത്തേക്ക് പകുതി ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ്. 2 സൈഡിൽ ആയാണ് ഇവിടെ ടോൾ പ്ലാസ വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ലാൻഡ്മാർക്കിൻ്റെ ഭാഗത്തും ടോൾ പ്ലാസയുടെ പില്ലറുകൾ തറയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തും ടാറിങ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. CTSPയുടെ വർക്ക് തുടങ്ങും. കൂടാത്തുംപാറ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഇതിനോട് കൂടി ചേർന്നാണ് നടക്കുന്നത്. ഈ മാമ്പുഴ പാലത്തിനും ലാൻഡ്മാർക്കിനും ഇടയിലാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചിത്രമൊക്കെ ഭാവിയിൽ വീണ്ടും മാറ്റം വരും. ട്രംപറ്റ് ജംഗ്ഷൻ റൗണ്ട് പാലമില്ലേ, അതൊക്കെ ഇവിടെ വരും. അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഹൈവേ അപ്ഡേറ്റുമായി വീണ്ടും വരാം.